ഹായ് മക്കളെ, AK ആണ്. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ നിങ്ങളെ കുഴക്കുന്ന ഒരു ഏരിയയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. ഇവിടെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഇങ്ങനെയാണ്: നമുക്ക് ആദ്യം അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരും, എന്നിട്ട് ചോദിക്കും ആ മാധ്യമത്തിലെ പ്രകാശ വേഗത സ്പീഡ് ഓഫ് ലൈറ്റ് കാണാൻ. രണ്ടാമത്തത് നമുക്ക് രണ്ട് മീഡിയം തരും, എന്നിട്ടോ ഒരു മീഡിയത്തിനെ കമ്പയർ ചെയ്തിട്ട് മറ്റൊരു മീഡിയത്തിൽ റിഫ്രാക്റ്റൻസ് കണ്ടു ചോദിക്കും. രണ്ട് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോക്കൂ, 18ാം തീയതി ലൈവ് ഉണ്ട്, മറക്കണ്ട. 7 മണിക്കാണ് വൈകുന്നേരം. 19 എക്സാമിനേഷൻ അന്ന് രാവിലെ 6 മണിക്ക് ബൂസ്റ്റർ ലൈവ് ഉണ്ട്. QP ആയിരിക്കും, കൃത്യമായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുക എല്ലാവരും. സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ ഈസ് 2.25 × 10⁸ ആണ്. ആൻഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് 2 × 10⁸ ആണ്. വാട്ട് വിൽ ബി ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ? അതായത് ജലത്തെ അപേക്ഷിച്ച് ഗ്ലാസിന്റെ അപവർത്തനാങ്കം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തെ അപേക്ഷിച്ച് ഗ്ലാസിന്റെ അപവർത്തനാങ്കം എങ്ങനെ എഴുതണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടതെന്നും ഇവിടെ നമ്മൾ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊക്കെ നമുക്കറിയാം, എഴുതും മാറിപ്പോവും. മാറരുത്, ഞാൻ ട്രിക്ക് പഠിപ്പിച്ചു തരാം. ട്രിക്ക് എങ്ങനെയാണേ, ശ്രദ്ധിച്ചോ. N12 is equal to 2/1 എന്ന് പഠിക്കണം. എങ്ങനെ വായിക്കണം? N12 21. ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ അവസാനിക്കുന്നത് ആരാണോ അയാൾ മാത്രമേ ഇവിടെ തുടങ്ങാൻ പാടുള്ളൂ. ഇതെങ്ങനെ വായിക്കുന്നറിയോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് മീഡിയം is equal to സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ്. അതായത് മലയാളം മീഡിയം തിരിച്ചാ വായിക്കേണ്ടത്. രണ്ടാമത്തെ മീഡിയത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ മീഡിയത്തിന്റെ അപവർത്തനാങ്കം. അറബി വായിക്കും, തിരിച്ചു വായിക്കണം. രണ്ടാമത്തെ മീഡിയത്തെ അപേക്ഷിച്ച് ഒന്നാമത്തെ മീഡിയത്തിന്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ല, രണ്ടാമത്തെ മീഡിയത്തിലെ വേഗത ബൈ ഒന്നാമത്തെ മീഡിയത്തിലെ വേഗത. ഓക്കെ, നമുക്ക് എഴുതാം. എന്താണ് ചോദ്യം? ജലത്തെ അപേക്ഷിച്ച് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പൊ ഇങ്ങനെ എഴുതണം: റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. എങ്ങനെ ആലോചിച്ചാൽ മതി? ആരെയാണോ കാണാൻ ചോദിച്ചത് അയാളെ ഫസ്റ്റ് എഴുതണം. മനസ്സിലായോ? ആരെയാണോ കാണാൻ ചോദിച്ചത് അയാളെ ഫസ്റ്റ് എഴുതണം. അപ്പൊ NGW ഈസ് ഈക്വൽ ടു, ഇവിടെ തീരുന്ന ആരാ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ തീരുന്ന ആള് വാട്ടർ ജലം ബൈ രണ്ടാമത്തെ ആള് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ തെറ്റും. മനസ്സിലാവുന്നുണ്ടോ? ആരെയാണോ കാണേണ്ടത് അവനെ ആദ്യം എഴുതണോ, പിന്നെയോ രണ്ടാമത്തെ ആളെ എഴുതാൻ പാടുള്ളൂ. രണ്ടാമത്തെ ആളെ ഫസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ട് ക്ലിയർ ചെയ്യണം. അപ്പൊ NGW WG N12 21 കിട്ടിയല്ലോ. എന്താ ഇവിടെ കന്നിരിക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എത്രയാണ്? 2.25 × 10⁸ അല്ലേ? അല്ലേ? ശരിയല്ലേ? ജലത്തിൽ എത്രയാണ്? 2.25 × 10⁸ ആണ്. അതേ സമയത്ത് എത്രയാണ് വാട്ടറിൽ? അല്ല, ഗ്ലാസ്സിൽ എത്രയാണ്? 2 × 10⁸ ആണ്. ക്ലിയർ ആണല്ലോ? സോ നേരെ എന്ത് ചെയ്യും? കട്ട് ചെയ്തു പോകും. ഇത് രണ്ടും അങ്ങോട്ട് കട്ട് ചെയ്യാം അല്ലേ? എന്ത് കിട്ടും? 2.25 ബൈ 2 എന്നാണ് കിട്ടുക. 2 പോയിന്റ് കിടക്കുന്നുണ്ട്, ആ പോയിന്റ് മാറ്റണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ മസ്റ്റ് ആയിട്ടും 2 സ്ഥാനം ഉള്ളതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എത്ര കിട്ടും? 225 ബൈ 200 എന്നാണ് കിട്ടുക അല്ലേ? ശരിയല്ലേ? 225 ബൈ 200 എന്ന് കിട്ടും. തീർച്ചയായും എത്ര കിട്ടും നമുക്ക്? അത് 1 പോയിന്റ് സംതിങ് അല്ലേ വരിക? 1.250 ആകുമ്പോൾ 1.1 കിട്ടും അല്ലേ? ശരിയല്ലേ? അല്ലടാ? സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതേ രീതിയിൽ ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചോ. ഇതേത് ക്വസ്റ്റ്യൻ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നു, എന്നിട്ട് എന്ത് കാണണം? ആ മാധ്യമത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് കാണണം. സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നോ? ഇതാണ് ശരിക്കും കേവല അപവർത്തനാങ്കം എന്ന് പറയാം. അതായത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. തൊട്ടും നമ്മൾ ചെയ്തത് ഇതാണ് റിലേറ്റീവ് ആപേക്ഷിക അപവർത്തനാങ്കം കേട്ടോ. ഇവിടെ ഇക്വേഷൻ ഇതാണ്: N ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു C/V എന്നാണ് കിട്ടുക. എന്താണ് C എന്ന് പറഞ്ഞാൽ? C എന്ന് പറഞ്ഞാൽ
വായുവിലെ പ്രകാശ വേഗതയാണ് മക്കളെ, മറക്കരുത്. ഓക്കെ, ഇനി V എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന മാധ്യമം ഏതാണോ അതിലൂടെയുള്ള പ്രകാശ വേഗത. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് വജ്രമായതുകൊണ്ട് C/VD എന്ന് എഴുതി വെക്കേണ്ടതുണ്ട്. VD എന്ന് പറഞ്ഞാൽ എന്താണ്? വജ്രത്തിലൂടെയുള്ള പ്രകാശ വേഗത, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. ക്ലിയർ ആണോ? C എത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? വായുവിലൂടെയുള്ള വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. മറക്കരുത്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് നേരെ വാല്യൂ കൊടുത്തു നോക്കാം അല്ലെ. വാല്യൂ കൊടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42. അപ്പൊ നമുക്ക് എന്നെ കൊടുക്കുന്നത് 2.42 സമം C 3 × 10⁸VD എന്നാണ് കിട്ടുക. നമുക്ക് ആരെയാ കാണേണ്ടത്? നമുക്ക് കാണുന്നത് ഈ VD കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഈ കണ്ടുപിടിക്കേണ്ട ആളെ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത് ഹരിക്കുന്ന ആൾ ഇങ്ങോട്ട് ഗുണിക്കാനായിട്ട് മാറൂലേ? മാറും. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുമ്പം VD ഇവിടെ ഇതാണ് VD × 2.42 സമം 3 × 10⁸ എന്നാണ് കിട്ടുക അല്ലേ. അപ്പൊ ഇവനെ കാണാൻ ചെയ്താൽ മതി, കൂടെയുള്ള ഇവനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ഗുണിക്കുന്ന ആളാ ആ ടേം എന്താവും? ഡിവിഷൻ ആയിട്ട് മാറും. സോ VD ഈസ് ഈക്വൽ ടു 3 × 10⁸ എന്നാണ് കിട്ടുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇവിടെ പോയിന്റ് ഉണ്ട്. പോയിന്റ് മാറ്റാൻ നമ്മൾ 100 കൊണ്ട് മുകളിലും താഴെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ 100 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെ ഇവിടെ തെറ്റുക. 10⁸ 100 എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. രണ്ടും കൂടി കൂട്ടിയിട്ട് 10⁻10 ഒക്കെ എഴുതി പോകും. അങ്ങനെ ചെയ്യരുത്. നേരെ എന്ത് ചെയ്താൽ മതി? ഈ 3നെയും 100നെയും അങ്ങോട്ട് ഗുണിക്കുക. എത്ര കിട്ടും? 300 അല്ലേ. ബാക്കി ആരുണ്ട്? 10⁸ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. എങ്ങനെ വന്ന് മനസ്സിലായോ? 3നെയും 100 നമ്മൾ ഗുണിച്ചു, അപ്പൊ 300 കിട്ടി. ഇവനൊന്നും നമ്മൾ ചെയ്തില്ല, നേരെ എടുത്ത് എഴുതുക. അപ്പൊ 300/10⁸ എന്നാണ് കിട്ടുക. അപ്പൊ 342നെ 240 നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം 1.23 എന്നാണ് കിട്ടുക. എന്ത് മാത്രം ഇപ്പോൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇപ്പൊ ചെയ്തത് 300നെ 240 നമ്മൾ ഡിവൈഡ് ചെയ്തു. ഞാനിവിടെ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പൊ എനിക്ക് 1.23 ഇത് കിട്ടി. ഇൻറ്റു ആരുണ്ട്? ഇൻറ്റു 10⁸ കൂടി ഉണ്ട് മക്കളെ. ഇവനെ എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. സോ 1.23 ഇൻറ്റു 10⁸ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. സോ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 2 10⁸ കട്ട് ചെയ്തു പോകും. ഇവിടെ 10⁸ തൊടരുത് കേട്ടോ. എന്തുകൊണ്ടാ? സ്പീഡ് ഓഫ് ലൈറ്റ് നമ്മൾ പറയുമ്പോൾ മസ്റ്റ് ആയിട്ടും ഇൻറ്റു 10⁻² അവിടെ ഉണ്ടായിരിക്കും. സോ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകും കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ വീണ്ടും ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്തേ? 18-ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ട്. 19 എക്സാം ഡേ ആണ്. അന്ന് QP ഡിസ്കഷനുമായി രാവിലെ 6 മണിക്ക് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരും കട്ട സപ്പോർട്ടിന് കൂടെ നിൽക്കണേ. നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ കാണാം. ബൈ.